കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖയും അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. റാങ്കിംഗ് തടയുന്നതിലും ഇടപെടുന്നതിലും വീഴ്ച പറ്റി എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റിയെ അടിയന്തരമായി നീക്കം ചെയ്യാനും നിർദ്ദേശമുണ്ട്. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. അതേസമയം കോട്ടയത്തെ റാങ്കിങ്ങിൽ ചില കുളം കലക്കികൾ ദുഷ്പ്രചരണം നടത്തുന്നതെന്നും ആ പ്രചരണം ജനങ്ങൾ തള്ളിക്കളയണമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഇന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കുത്തും കോമയും ചേർത്ത് ചില വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് എന്നും KPCC അധ്യക്ഷനാണ് ഇത് തുടങ്ങി വെച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. പ്രതികളെ SFIക്കാർ ആക്കാനുള്ള വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. SFIക്ക് ആ കോളേജിൽ യൂണിറ്റ് ഇല്ല. SFIയെ പൊതുസമൂഹത്തിൽ താറടിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ കോൺഗ്രസ് അജണ്ടയ്ക്കൊപ്പം തുള്ളരുത് എന്നും ആർഷോ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. അടുത്ത വർഷം മുതൽ ബോധവൽക്കരണത്തിന് കൂടുതൽ ഊന്നൽ നൽകുമെന്നും ലഹരി ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥി സമൂഹമാണ് എന്നുള്ള വിലയിരുത്തുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പരുത്തിപ്പള്ളിയിൽ വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതികരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പരുത്തിപ്പള്ളിയിൽ വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചുവെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ ഉബൈദുള്ള ഇന്ന് റിപ്പോർട്ട് നൽകുമെന്നും ഇതൊരു സാമൂഹ്യ പ്രശ്നമായി കാണണമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാങ്കിങ്ങിൽ SFI നേതാവ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് ശരിയല്ല എന്ന് വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നും അത്തരം ആളുകളെ സംഘടനകളിൽ ഒഴിവാക്കണമെന്നും ഇത് മറ്റുള്ളവർക്ക് മാതൃകയാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ്.